ഭൂമിയിലെ കിതാബുകളിൽ ആര് കളിക്കും പോലെ, വ്യതിയാന ചിന്താഗതിക്കാരൻ കളിക്കും പോലെ, വെട്ടിത്തിരുത്തി കളിക്കും പോലെ, വെട്ടലും തിരുത്തലും ഒന്നും ലൗഹുൽ മഹ്ഫൂദിൽ നടക്കൂല. കാരണം ശുദ്ധിയുള്ള കരങ്ങളെ ലൗഹുൽ മഹ്ഫൂദ് തൊടൂ. കിതാബുകൾ തിരുത്തുന്ന, കിതാബുകളിൽ തിരുമറി നടത്തുന്ന വിഭാഗമല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് കൃത്യമായ വിവരം തന്നെ. അല്ലെങ്കിലോ നേരത്തെ പറഞ്ഞു ഇന്നഹു ലഖുർആനും കരീം. എന്നിട്ട് ആ കിതാബ്, ആ ഖുർആൻ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു, ഫീ കിതാബിൻ മക്നൂൻ. ലാ യമസ്സുഹു എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ തന്നെ. ആ ഖുർആൻ തുടരുത് ഇല്ലൽ മുതഖറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ. അങ്ങനെ വരുമ്പം ഉദൂ ഉള്ളവരല്ലാതെ അത് തുടരുത്. അവിടെയാണ് മുസ്ഹഫ് തൊടാൻ നമ്മൾ ഉദൂ വേണമെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് അധിക വീടുകളിലും മുസ്ഹഫിന് ആദരവില്ല, മുസ്ഹഫിന് ബഹുമാനമില്ല. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു നോക്കിയാൽ മുസ്ഹഫിന്റെ മുസ്ഹഫ് നമ്മൾ തീരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ആ മുസ്ഹഫിന്റെ മുകളിൽ വേറെയുള്ള എന്തൊക്കെയോ അട്ടിയിട്ടിട്ടുണ്ടാകും. ആ മുസ്ഹഫ് എവിടെയോ താഴ്ന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടാകും, വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഇട്ടിട്ടുണ്ടാകും. മുസ്ഹഫ് എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ ഉണ്ട്. മുസ്ഹഫിനെ കാണേണ്ടതുപോലെ കാണാനും ആദരിക്കാനും എന്ന ആളില്ല. അതൊന്നും എടുത്തു മറച്ചു നോക്കി ഓതാൻ ആളില്ല. ബഹുമാന പുരസ്സരം അത് ഓതാൻ ആളില്ല, അത് കൊണ്ടു നടക്കാൻ ആളില്ല. ഈ ഒരു ദുർഗതിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഉമ്മത്തിനുള്ളത്. ദയവ് ചെയ്ത് ഖുർആനിനെ അവഗണിക്കുന്ന, ഖുർആനിനോട് നിന്ദ്യത കാണിക്കുന്ന എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ വരുന്നത് പേടിക്കണം. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. നമ്മുടെ കൂട്ടത്തിൽ വൃത്തിയില്ലാത്തൊരു വിഭാഗം മുസ്ഹഫ് തൊടാൻ ഉദൂ വേണ്ട എന്നുള്ള ധാരണക്കാരാണ്. വേണമെന്ന് പറയുന്ന സമയത്ത് അതിനെ കൊച്ചാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. എന്നിട്ട് ഉദൂ തൊടണമെങ്കിൽ, ഖുർആൻ തൊടണമെങ്കിൽ ഉദൂ വേണം എന്ന് പറഞ്ഞ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുതിര കയറുന്നവരുമുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ എന്നത് ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല. അത് ലൗഹുൽ മഹ്ഫൂദിൽ തൊടൂല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈമാനുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം ഷാഫിയെ കുതിര കയറുന്നവരുണ്ട്. ആ പറഞ്ഞ് അതൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നാൽ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ അത് തൊടാൻ പറ്റൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒക്കെ ശുദ്ധിയായിരിക്കണം. അങ്ങനത്തോലാണ് മുസ്ഹഫ് തൊടേണ്ടത്. അപ്പൊ ഉദുവോടുകൂടി മാത്രമേ മുസ്ഹഫ് തൊടാവൂ എന്ന് പ്രത്യേകം പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തൊടാതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ആദരിക്കുക, ആ ഖുർആനിനെ ആദരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ നമ്മുടെ ഭാഗത്ത് വന്നാൽ അതൊരു വലിയ പോരായ്മയാണെന്ന് തന്നെ കണക്ക് കൂട്ടുക. എന്നല്ല ഈ ആയത്ത് വെച്ചിട്ട് ഇത് ലൗഹുൽ മഹ്ഫൂദിനെ പറ്റിയാ പറഞ്ഞത്, ഖുർആനിനെ പറ്റിയല്ല എന്ന് പറഞ്ഞത് നിഷേധിക്കാൻ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇതിനെ നിഷേധിക്കാൻ വേണ്ടി ഒരുങ്ങിയവരോട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗഹുൽ മഹ്ഫൂദിൽ മുഖറബീങ്ങളല്ലാതെ തൊടില്ല, മുതഖരീങ്ങളല്ലാതെ തൊടില്ല എന്നാണ് ഈ പറഞ്ഞതെങ്കിലും ഇമാം ഷാഫി പറഞ്ഞത് സത്യമാണ്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഉദൂ ഉള്ളവർക്ക് ഇത് തൊടാൻ പറ്റൂ എന്ന് ഇമാം ഷാഫി പറയുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂദാണ് ഇതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ ഫകൈഫ യസിഹു ഖൗലു ശാഫിഈ റഹ്മഹുല്ലാഹ്. ഷാഫി ഇമാം പറഞ്ഞത് എങ്ങനെയാ ശരിയാവുക? ലാ യജൂസു മസ്സുൽ മുസ്ഹഫി ലിൽ മുഹ്ദിസ്. ചെറിയ അശുദ്ധിക്കാരൻ മുസ്ഹഫ് തൊടരുത് എന്ന് പറഞ്ഞത് അതെങ്ങനെയാ ശരിയാകുക? അപ്പൊ ഇമാം റാസി പറയുകയാണ്, നഖൂൽ, നമ്മൾ മറുപടി പറയട്ടെ, അല്ലാഹു അന്നഹു മാ അഖദഹു മിൻ സ്വരീഹിൽ ആയ, ആയത്തിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കാം. അതാണ് അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞത്. ലാ യമസ്സുഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ തൊടൂല എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ആയത്തിൽ നിന്ന് തന്നെയാണെന്ന് വെക്കാം. ഇനി അല്ല, ഇത് ഷാഫി ഇമാം നേരിട്ട് ആയത്തിൽ നിന്നാണ് പിടിച്ചത് എന്ന് പറയുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. റാസി ഇമാം ചോദിക്കുന്നത്, നേരിട്ട് ഇമാം ഷാഫി അത് ആയത്തിൽ നിന്നാകൂല പിടിച്ചത്, ഇമാം ഷാഫി ഹദീസിൽ നിന്നായിരിക്കാം പിടിച്ചത്. വലഅല്ലഹു അഖദഹു മിനസ് സുന്ന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അംറു ഇബ്നു ഹസ്മ റളിയല്ലാഹു അൻഹുവിലേക്ക് എഴുതിയില്ലേ, എന്ത്? ലാ യമസ്സൽ ഖുർആന മൻ ഹുവ അലാ ഗൈരി തുഹർ. ശുദ്ധിയില്ലാത്തവർ ഖുർആൻ തുടരുത് എന്ന് പറഞ്ഞൊരു എഴുത്തു കൊടുത്തയച്ചില്ലേ? ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്. മസ്അല ശരിയാണ്, ഇമാം ഷാഫി പറഞ്ഞത് ശരിയാണ് എന്ന് ഇമാം റാസി പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏഴാംകൂലികൾ പറയുന്ന ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഇമാം ഷാഫി, ആ ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഹദീസ് പോലും പൂർണ്ണമായി മനഃപ്പാഠമില്ലാത്ത, അതിന്റെ സനദുകൾ പരമ്പര വായിക്കാൻ കഴിയാത്ത ഒരാളാണ് ഇമാം ഷാഫിക്ക് തിരിഞ്ഞില്ലെന്ന് പറയുന്നത് എന്നതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം.
തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ഉള്ളവരെ മുസ്ഹഫ് തൊടാവൂ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. മാത്രമല്ല ഈ ഗ്രന്ഥം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അവതരണമാണ്. പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള അവതരണമാണ് ഈ ഗ്രന്ഥം. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള അവതരണമാണ്. ഇത് അല്ലാഹുവിന്റെ വചനമാണ്. നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളണമെങ്കിൽ കൊള്ളാം, തള്ളണമെങ്കിൽ തള്ളാം, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ ശരിക്ക് കൊള്ളുക വേണ്ടത്. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വാക്കാണെന്ന് തെളിയിക്കുന്ന, ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണമാണെന്ന് തെളിയിക്കുന്ന 100 കൂട്ടം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അതിന്റെ തെളിവുകളാണ്. ഇനിയും ഇഷ്ടം പോലെ തെളിവുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കലാമാണെന്ന് തെളിയിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? വലിയ വലിയ കാര്യങ്ങൾ പിൽക്കാലത്ത് ഗവേഷണം നടത്തി കണ്ടെത്തുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് 7-ാം നൂറ്റാണ്ടിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അന്ന് പറയാണ്, ഇതാ വരാനുണ്ട് ട്ടോ, വരാനുള്ളത് ഇതൊക്കെയാണ് ട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയാണ്. അന്ന് പറയുമ്പോൾ ഈ സംഗതികളെ കുറിച്ച് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ഇന്ന് ഇതേക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കണം? ഒന്നിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു സുഹൃത്ത് വേണം. അതില്ലല്ലോ. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ പോകുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന കാര്യങ്ങള്, 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് അന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ അറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്ന ആളായിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? അല്ല. ഒരാൾക്കും അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ പൂർവ്വ വേദങ്ങളിൽ നോക്കി വായിച്ചെടുത്തതാണോ മുമ്പ് കഴിഞ്ഞ വാർത്തകൾ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫീഹി നബഉ മാ ഖബലകും വ ഖബറു മാ ബഅദകും വ ഹുക്മു മാ ബൈനകും. ഖുർആനിൽ നിങ്ങളുടെ മുമ്പുള്ള വിവരങ്ങളുണ്ട്, ശേഷമുള്ള വിവരങ്ങളുണ്ട്, നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കുള്ള പരിഹാരവുമുണ്ട്. ഫീഹി നബഉ മാ ഖബലകും വ ഖബറു മാ ബഅദകും വ ഹുക്മു മാ ബൈനകും. എല്ലാം ഉണ്ട്. ഭാവിയുണ്ട്, വർത്തമാനമുണ്ട്, ഭൂതമുണ്ട് ഖുർആനില്. ഒന്നും വിട്ടിട്ട് കഴിഞ്ഞു പോയതുണ്ട്, ഇപ്പൊ നടക്കുന്നതുണ്ട്, ഇനി വരാനുള്ളതുണ്ട് ഖുർആനില്. അപ്പൊ ഞാൻ ഖുർആൻ ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാ ഭാഗങ്ങളും ഖുർആൻ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ കഴിഞ്ഞു പോയത് പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. അത് ശരിയാകാൻ റസൂലുള്ള ഏതോ പഴയ കിതാബുകൾ അതിനും കഴിയൂല റസൂലുള്ളാക്ക്. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു, ഉമ്മിയായിരുന്നു എന്നത് റസൂലുള്ളാഹിയുടെ ക്രെഡിറ്റ് ആണ് എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. റസൂലുള്ളാഹിന്റെ പവറാണത്. എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയൊന്നും അറിയാതെ 40-ാമത്തെ വയസ്സിൽ ഒരാള് ഏതാകുക? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ താരമായി മാറുക. വായനയുടെ കാര്യത്തിൽ, എഴുത്തിന്റെ കാര്യത്തിൽ, സാഹിത്യത്തിന്റെ കാര്യത്തിൽ തന്നെ വെല്ലാൻ ഒരാളുമില്ല. അപ്പൊ അറിയല്ലോ അത് പടച്ചോൻ കൊടുത്തതാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഉയരുമ്പോ നേരെ മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ, അതുകൊണ്ടല്ലേ റസൂലുള്ള യതീമായത്, അതുകൊണ്ടല്ലേ റസൂലുള്ള പഠിപ്പിക്കപ്പെടാതെ, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കപ്പെടാതെ പോയത്. നബി തങ്ങളെ എങ്ങാനും ചെറുപ്പത്തിൽ മദ്രസയിലാക്കിയിരുന്നെങ്കിൽ നബിക്ക് ഫസ്റ്റ് ക്ലാസ് നബിക്ക് തന്നെ ആയിരിക്കുമല്ലോ. എല്ലാ ക്ലാസ്സിലും അങ്ങനെ ആയിരിക്കും. പിന്നെ വലുപ്പത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ പറയുമ്പോൾ അവർ പറയും അത് ചെറുപ്പത്തിൽ പഠിക്കുന്നെന്ന് തന്നെ കുറച്ച് ഉഷാറാ, അപ്പൊ ഒന്നും കൂടി ഉഷാറായി എന്നുള്ളൂ എന്ന് പറയും. അത്രയേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയിപ്പിക്കണം. ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അങ്ങ് കൊടുക്കണം. അതാ അള്ളാഹുവിന്റെ തീരുമാനം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായത്. അത് റസൂലുള്ളാഹിക്ക് ഒരു കുറവല്ല, റസൂലുള്ളാഹിക്ക് വലിയൊരു മഹത്വമാണത്. റസൂലുള്ളാഹി ഉമ്മിയായി എന്നുള്ളത് പഠിക്കാത്ത വിവരസ്ഥൻ, അങ്ങനെയാണ്. പഠിക്കാതെ പഠിഞ്ഞവൻ, അതാണ് യഥാർത്ഥത്തിൽ ഉമ്മിയ്. പഠിക്കാതെ പഠിഞ്ഞയാൾ ഉമ്മിയ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ,